സിനിമ രസമാണ്. ഈ ചിരി മുഖത്തൊന്നും പോയിട്ടില്ല. ഈ പടം കണ്ടിട്ട് കയറുമ്പോൾ കുറച്ച് ഇമോഷണലൊക്കെ ആയിരുന്നു. പക്ഷേ അത് പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ചിരി നിലനിർത്താൻ കഴിയുന്നുണ്ട്. അത് ആ ഡയറക്ടറാണെങ്കിലും റൈറ്റർക്കുള്ള ഒരു സല്യൂട്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജുവേട്ടനാണെങ്കിലും ബേസിൽ ചേട്ടനായാലുള്ള കോംബോ വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു വളരെ ടെൻഷനൊക്കെ അടിച്ചിട്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മളെ മൊത്തത്തിൽ ആ മൈൻഡേ മാറും. അതൊരു സിനിമ കിട്ടുന്നൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആടുജീവിതമൊക്കെ കണ്ടിട്ട് നമ്മൾ വളരെ ഇമോഷണലായിട്ട് ഇരിക്കുന്ന രാജുവേട്ടൻ അഭിനയമൊക്കെ കണ്ടിട്ട് വളരെ കുടുംബ പ്രേക്ഷകരൊക്കെ ആണെങ്കിലും കരഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ എല്ലാവരാണെങ്കിലും മനസ്സിൻ്റെ ഒരു അവസ്ഥകളൊക്കെ മാറിയിട്ട് നമുക്ക് ഒരു ചിരിയോടെ നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങാൻ സാധിക്കുന്നുണ്ട്. അത് ഈ സിനിമയുടെ ഒരു വിജയമായിട്ട് കാണുന്നു. കാണാത്തവർ ഒരു ഒന്നൊന്നര കല്യാണം കൂടി വൈബായിരുന്നു. ആ ആഘോഷം സ്റ്റാർട്ട് ടു എൻഡ് വരെ പൂർണ്ണമായ ആഘോഷം. ലൈക്ക് കോമഡി ത്രൂ ഔട്ട് നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. ഈ ബേസിൽ പൃഥ്വി കോംബോ ഇത്ര അടിപൊളിയായി വർക്കൗട്ടാണെന്ന് ഒട്ടും വിചാരിച്ചില്ല. സ്റ്റാർട്ടിങ് മുതൽ ഭയങ്കര രസമായിരുന്നു. പിന്നെ എല്ലാ കോമഡീസും നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. അത് ആക്ച്വലി എടുത്തുകൊണ്ട് പിന്നെ പടം ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴില്ല വേറെ ലെവലാവുന്നുണ്ട്. ഒരു കിണ്ണം കാച്ചി ക്യാമിയോ ഉണ്ട്. അത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ക്ലൈമാക്സ് ആവുമ്പോൾ അത് അന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വന്നോടി പടം വേറെ ലെവലായി. എനിക്ക് ഭയങ്കര വർക്കൗട്ടായി. അത് പറഞ്ഞാൽ ചിരിച്ചിട്ട് കവളയ്ക്ക് ഇപ്പോഴും വേണമെടുക്കുക. കാരണം ത്രൂ ഔട്ട് ചിരിക്കാറുണ്ട്. എല്ലാ കോമഡീസും നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. ആൻഡ് പൃഥ്വിരാജ് നമ്മൾ കോമഡി ചെയ്യുമ്പോൾ കുറച്ച് എല്ലാവരും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് പുള്ളി സെറ്റായിട്ടുണ്ട്. നൈസായിരുന്നു. ബേസിൽ ആസ് യൂഷ്വൽ പറഞ്ഞില്ല, ബേസിൽ റോൾ പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും ജഗദീഷ് ചേട്ടൻ ഈക്വൽ ഇമ്പോർട്ടൻസ്. കുഞ്ഞിക്കൊല്ലി ആൾക്കാരാണെങ്കിലും അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഇപ്പോൾ യോഗി ബാബുനൊക്കെ ചുമ്മാ കൊണ്ടുവന്നല്ല, കുറച്ച് തമാശയൊക്കെ നന്നായി പോകട്ടായിരുന്നു. സോ മൊത്തത്തിൽ ഒരു അടിച്ചുപൊളി വൈബ്. ഫാമിലിയെ ഫ്രണ്ട്സായി വന്ന് 2.5 മണിക്കൂർ ചിരിച്ച് ഹാപ്പിയായി പോവാം, ഡബിൾ ഹാപ്പിയായി തിരിച്ചു വരാം. അതാണ് പടം. അടിപൊളി പടമായിരുന്നു. നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവരും ഞാനും അതിനകത്ത് ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പറയാം. അടിപൊളി, എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പടമാണ്. അടിപൊളി കോമഡിയാണ്. നമുക്ക് ചിരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രാജു എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ട്. പടം നല്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. കുഴപ്പമില്ലെന്നല്ല, ബ്ലോക്ക് ബസ്റ്റർ പടം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ എൻ്റർടൈൻമെൻറ്റാണ് പടം. ഫുള്ള് കോമഡിയാണ്. ഒരു ലായിങ്ങോ ബോറടിയോ ഒന്നുമില്ല ആദ്യം മുതൽ അവസാനം വരെ. അതായത് ചില പടമൊക്കെ ബോറടിയൊക്കെ വരും, പക്ഷേ ഇതിനങ്ങനെ ബോറടിയൊന്നുമില്ല. കോമഡി കൊണ്ടായാലും ബോറടി വരും, ഇതിനങ്ങനെ ബോറടി. നല്ല പടമാണ്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ പഴയ പടത്തിൻ്റെ BGM ഒക്കെ ബേസിയൊക്കെ കയറ്റി ഒരു ബൂസ്റ്റിംഗ് ഉള്ള പരിപാടി. അതൊക്കെ ഇതിനകത്തും ചെയ്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ നന്ദന BGM ഒക്കെ പാട്ടൊക്കെ ഇടുമ്പോൾ ഒന്നുകൂടെ ബൂസ്റ്റിംഗ് ആയി. പിന്നെ പടം ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. ബേസിൽ ജോസഫ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫ് നമുക്ക് എന്ത് പ്രതീക്ഷ അതാണ് തന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ പ്രതീക്ഷ എൻ്റെ ബിപിൻ ദാസ് എന്ന ഡയറക്ടറാണ്. അത് കറക്റ്റായിട്ട് പുള്ളി തന്നിട്ടുണ്ട്. അത് പുള്ളി നമ്മൾ പ്രതീക്ഷ പുള്ളി തന്നിട്ടുണ്ട്. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. ഇത്ര നല്ലൊരു സെറ്റപ്പാണ് ഞാൻ പ്രതീക്ഷയില്ല. പടം കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പൃഥ്വിരാജും ബേസിലും ഒക്കെ അടിപൊളിയായിട്ട് തകർത്തു അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അൻഷരയുടെ കുഴപ്പമില്ലായിരുന്നു, അഭിനയിച്ച അടിപൊളിയായിരുന്നു. പിന്നെ കോമഡി പടമാണ്. ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ പടം. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റിയ പടമാണ്. എൻജോയ് ചെയ്യാം. ഒരു 2 മണിക്കൂർ നമുക്ക് നിർത്താതെ രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. ചിരിക്കാൻ ഒരുപാട് എലമെന്റ്. രാജുവേട്ടനൊക്കെ ഒരു രക്ഷയില്ല, പൊളിയാണ്. രാജുവേട്ടന് ബേസിലായിരുന്നു പോകുമ്പോൾ ഒരു രക്ഷയില്ല. അർമാദിച്ച് കാണാൻ പറ്റിയ പടം. നിങ്ങളൊരു ടീമായിട്ട് അഭിനയിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. നമ്മൾ